ചെറുക്കൻ ഇതിൽ എഴുന്നേച്ചു. മണി 12 ആകും. ഇവരെന്തൊരു ഉറക്കമാണ്. എന്താ ചാച്ച 12 മണിയാകുമ്പോൾ റെഡിയാകുമെന്നല്ലേ നിന്നോട് പറഞ്ഞത്. അപ്പൊ എന്ത് സൂക്ഷിക്കാന്തി ഇത്? ഗിഫ്റ്റൊക്കെ സെറ്റാക്കിയാ? എല്ലാം റെഡി ആയിട്ടുണ്ട്. ടെൻഷൻ ഉണ്ടോ? ശരിക്കും ചെറുതായിട്ട്. ആ അതെ, മതിലൊക്കെ ചാടാനുള്ളതാണ്. പടാവൂ ഒന്ന് ചുമ്മാ തരുള്ളൂ. നിന്റെ പ്രായത്തിൽ ഞാൻ കാണിച്ച ധൈര്യം ഒരു കാമുകന്മാരും കാണിച്ചിട്ടുണ്ടാവില്ല. മാലതിയെ ഇനി കണ്ടാൽ കൈവിട്ടുവന്ന് അവിടെ തന്ത ഗംഗാധരൻ ഒരിക്കലും എന്നോട് പറഞ്ഞതാ. എന്നിട്ടെന്താ, അതേ കൈകൊണ്ട് മാലതിയുടെ കയ്യും പിടിച്ച് അങ്ങാടി വഴി നടന്നവനാ ഈ പിള്ള. ആരില്ലാത്തപ്പോഴായിരിക്കും. വേണ്ട, നിനക്കൊക്കെ ഈ ഫോണിൽ കുത്തി കറുത്ത് കാണിക്കാനല്ലാണ്ട് പ്രേമിക്കാൻ അറിയും. ഈയിടെ ചൊവ്വയും നേരെ ഒരു പ്രേമലേഖനം എഴുതാൻ അറിയുമോ നിനക്ക്? എൻ്റെ പൊന്നപ്പാപ്പ, പ്രേമലേഖനമൊക്കെ പണ്ട്. ഇപ്പൊ ഫോണുണ്ടല്ലോ, കുത്തി വിളിച്ചാ പോരെ. എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, എനിക്ക് ക്ലാസ് എടുക്കൽ ഇവിടെ നിർത്ത്. ഇവിടെ വന്ന പരിപാടി നമുക്ക് ചെയ്യാം. എന്താടാ എന്റെ വീട്ടിൽ കാര്യം? എന്താടാ പെറുക്കണ്? ഞങ്ങൾ ഈ വഴി പോയപ്പോ ഈ നാട്ടുമാവ് കണ്ടപ്പോ ഒരു തൈ ഇട്ടുവെന്നറിയാൻ. ഈ പാതിരാത്രിക്കോ? ഇതാണല്ലോ നിങ്ങൾ പണ്ട് അങ്ങാടി വഴി കൈ പിടിച്ചു പോയത്. എന്താടാ പെറുക്കണ്? അതെ ചേട്ടാ, അച്ചാച്ചന്റെ കാമുകിയാണ് ഇവിടുത്തെ മാലതി അമ്മൂമ്മ. അപ്പൊ ഞങ്ങൾ മാലതി അമ്മൂമ്മനെ കാണാൻ വേണ്ടി വന്നു. അമ്മ മരിച്ചിട്ട് 1 മാസം കഴിഞ്ഞു. അച്ചാ, ചായ കുടിച്ചാലോ? നിങ്ങളത് വിട്. ബാ, ചായ കുടിക്കാം, ഇറങ്ങ. ചേട്ടാ 2 ചായ. ആ അച്ചാച്ചാ, നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കല്ലേ? വിഷമോ? ആ. ആർക്ക്? നിങ്ങൾക്ക് തന്നെ. എന്തിന്? അല്ല, മാലതി അമ്മൂമ്മ. മാലതി പോയെങ്കിൽ പോട്ടെ, ഞാൻ ആ ത്രേസ്യക്കുട്ടിയുടെ നമ്പർ ആലോചിക്കുക. ത്രേസ്യക്കുട്ടിയാ? യെസ്, ഷീ ഈസ് മൈ ക്ലാസ്മേറ്റ്. 70 വസന്തമേ. ചക്കിന് വെച്ചത് കൊക്കിന്, മാലതിക്ക് വെച്ചത് പള്ളിമുക്ക് ത്രേസ്യാക്ക്. ഈശ്വരാ, ത്രേസ്യക്കുട്ടിയെങ്കിലും ജീവനോടെ ഉണ്ടാവണേ. പ്രണയത്തിന് മരണമില്ല. ഹാപ്പി വാലന്റൈൻസ് ഡേ ഡിയർ ത്രേസ്യക്കുട്ടി. ഐ ആം കമ്മിങ്.